നമസ്കാരം, ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മ കാണും, കഴിഞ്ഞ ആഴ്ച നമ്മൾ ജസിക ലാൽ മർഡർ കേസിന്റെ നാൾ വഴികളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. DP യാദവിനെ ഇവിടോട്ട് വരുത്തി നമ്മൾ പല ചോദ്യങ്ങളും ചോദിച്ചു. മർഡർ കേസിനെ പറ്റിയുള്ള പല സംശയങ്ങളും നമ്മൾ ചോദിച്ചു. അതുപോലെ നിതീഷ് കഠാരയെ കുറിച്ചുള്ള ചോദ്യങ്ങളും ചോദിച്ചു. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ജസിക ലാൽ മർഡർ കേസിന്റെ പ്രധാനപ്പെട്ട സാക്ഷിയെയാണ്. നമ്മൾ ഇന്ന് വീണ്ടും ആ കേസിന്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. ഫാഷൻ ഡിസൈനറും സോഷ്യലൈറ്റുമായ ബീന രമണി ആപ്കി അദാലത്തിൽ ഹാജരാകുന്നു. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ്, ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് ആപ്കി അദാലത്തിലെ ഇന്നത്തെ ജഡ്ജിയായ പിങ്കി ആനന്ദ് അനുവാദം തരികയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ വിചാരണ തുടങ്ങാം. ഈ കേസ് നിങ്ങൾ തുടങ്ങാം. ആപ്കി അദാലത്തിലെ ബീന രാമാണിക്കെതിരായ ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ബീന രാമാണിക്കെതിരായ കുറ്റാരോപണം ഇവർ നിയമത്തെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. ബീന മാഡം, താങ്കൾക്ക് ഓർമ്മയുണ്ടോ, 7 വർഷത്തിന് മുൻപ് ഏപ്രിൽ 30 അന്ന് രാത്രി ജസിക ലാൽ മർഡർ നടക്കുമ്പോൾ താങ്കളുടെ റെസ്റ്റോറന്റിൽ ഡൽഹിയിലെ പ്രമുഖരായ വ്യക്തികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് സത്യമാണോ അതോ കള്ളമാണോ? അത് സത്യമാണ്. എപ്പോഴും നടക്കുന്ന കാര്യമല്ലേ. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പാർട്ടി നടത്തുമ്പോൾ ഇതുപോലത്തെ ആൾക്കാരൊക്കെ വരാറുണ്ടോ? അന്ന് രാത്രി ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഒരു പാർട്ടി ഒരുക്കിയിരുന്നു. 3-4 മാസത്തേക്ക് കാനഡയിലേക്ക് പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെ ഒരു 70-80 പേരെ വിളിച്ചിരുന്നു. അതേ സമയത്ത് അവിടെ മാലിന്യയുടെ പാർട്ടിയും നടക്കുന്നുണ്ടായിരുന്നു. ആ പാർട്ടി നടന്നുകൊണ്ടിരുന്ന റെസ്റ്റോറന്റിൽ അത് ഇല്ലീഗലായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് താങ്കൾക്ക് ലിക്കർ സെർവ് ചെയ്യാനും അവിടെ വെച്ച് മദ്യപിക്കാനുമുള്ള അനുവാദമില്ലായിരുന്നു. കാര്യം സത്യമാണ്. ഞങ്ങൾക്ക് റെസ്റ്റോറന്റിൽ ഈറ്റിംഗ് പ്ലേസിൽ മാത്രമേ ലൈസൻസ് ഉണ്ടായിരുന്നുള്ളൂ. ലിക്കർ ലൈസൻസ് കിട്ടാൻ വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. ഡിലേ ആയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ലൈസൻസ് ഒന്നും കിട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് നിയമത്തിൽ വിശ്വാസമില്ലേ? ലൈസൻസ് ഇല്ലാതെ, എക്സൈസ് ക്ലിയറൻസ് ഇല്ലാതെ ലിക്കർ സപ്ലൈ ചെയ്യുന്നത് തെറ്റല്ലേ? അതിനുവേണ്ടി ഞങ്ങൾ വളരെ വലിയൊരു വില കൊടുത്തെന്ന് വേണമെങ്കിൽ പറയാം. കോടതിയില് നിയമപ്രകാരം ഞങ്ങള് ഫ്ലീ ചെയ്ത് ഫൈൻ കെട്ടേണ്ടതായിട്ട് വന്നു. പക്ഷേ അതോടെ ഞങ്ങളുടെ റെസ്റ്റോറന്റും ബിസിനസ്സും എല്ലാം നിന്നു പോകുന്ന അവസ്ഥയിലെത്തി. ബിൽഡിങ്ങിൽ നിന്നും ടെനൻസിനെയൊക്കെ പറഞ്ഞു വിടേണ്ടി വന്നു. അതിനുവേണ്ടി കുറേ നഷ്ടങ്ങൾ സഹിച്ചു മറ്റു റെസ്റ്റോറന്റിനെ അപേക്ഷിച്ച്. ഇന്ത്യയിലുടനീളം പല റെസ്റ്റോറന്റിനും ഇപ്പോഴും ലൈസൻസ് ഇല്ലാതെ അവര് ഫൈൻ കെട്ടിയിട്ട് ഇപ്പോഴും അത് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഇതെല്ലാം സാധാരണ കാര്യമാണ്. പക്ഷെ ഞങ്ങളോട് മാത്രം എന്തിനാണ് ഈ അനീതി? മാഡം, അന്നത്തെ രാത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജസിക ലാൽ അന്ന് വില നൽകേണ്ടി വന്നു. അന്ന് രാത്രി 11 മണിക്ക് ശേഷവും ലിക്കർ സെർവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അത് ഒരു 11-11:30 തീർന്നിരുന്നു. ആ പാർട്ടിയും കഴിഞ്ഞ് ഫുഡും ലിക്കറും എല്ലാം കഴിഞ്ഞിരുന്നു. ജസിക ലാലിനെ വെടിവെച്ചതിന്റെ കാരണം, അതായത് ഒരു വ്യക്തി കുറച്ചുകൂടി മദ്യപിക്കാൻ ആഗ്രഹിച്ചു, കൂടുതൽ ലിക്കർ ചോദിച്ചു, പക്ഷെ അവർ കൊടുത്തില്ല. അതെ, കാരണം ആ സമയത്ത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവര് ഡിമാൻഡ് ചെയ്തു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ലിക്കർ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മോള് പറഞ്ഞു ഇല്ല, തീർന്നു പോയെന്ന്. ഞാൻ ജുഡീഷ്യറിയെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിവിടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ല. പറയുന്നത് ശരിയല്ല. നിങ്ങൾ വാർത്തയിൽ കണ്ടതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഡ്രിങ്ക് ചോദിച്ചപ്പോൾ ഞങ്ങളത് കൊടുക്കാൻ. മാഡം, ജസിക മരിച്ച അന്ന് രാത്രി എന്താണ് സംഭവിച്ചെന്ന് ഒന്ന് വ്യക്തമായിട്ട് പറയാൻ താങ്കൾക്ക് സാധിക്കും? ഏകദേശം ഒരു 2 മണിയായി കാണും. ഞാൻ വിചാരിച്ചു അകത്തുള്ള റെസ്റ്റോറന്റ് ഒക്കെ ക്ലീൻ ചെയ്യാമെന്ന്. ക്ലീൻ ചെയ്ത് അടയ്ക്കുന്ന സമയമായി. കാരണം അത്രയും സമയം പോയിരുന്നു. സ്റ്റാഫ് എല്ലാം വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ റെസ്റ്റോറന്റിനകത്ത് കുറച്ച് ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. ഞാൻ ദൂരേന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ശരി, അവരെ എങ്ങനെയെങ്കിലും പുറത്താക്കാവുന്ന്. മാലിനി പറഞ്ഞു വേണ്ട, അമ്മ അങ്ങോട്ട് പോകണ്ടെന്ന്. അവര് വൃത്തികേടുകൾ പറയുന്നു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവരെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്ന്. അവര് പുറത്തേക്കിറങ്ങിയപ്പോൾ ഞാനവിടെ സ്റ്റെപ്പിന്റെ അടുത്തേക്ക് വരെ മാത്രമേ പോയുള്ളൂ. അപ്പോൾ ഒരു ഷോർട്ട് സൗണ്ട് കേട്ടു അവിടെ. ഞാൻ വിചാരിച്ചു ബലൂൺ പൊട്ടുമായിരിക്കുമെന്ന്. കാരണം അവിടെ ബലൂണുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ നടന്നപ്പോൾ വേറൊരു ഷോർട്ട് സൗണ്ട് കൂടെ കേട്ടു. ഗൺഷോട്ട് പോലെയുള്ള ശബ്ദമായിരുന്നു. ഗൺഷോട്ടിന്റെ സൗണ്ട്. ആ സമയം അവിടെ ജസിക നിപ്പുണ്ടായിരുന്നു. അപ്പൊ തന്നെ അവള് താഴോട്ട് വീണു. ഒരു 2-3 സെക്കൻഡിൽ അവിടെ ഉള്ളവരെല്ലാം പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. അപ്പോ സൈഡിൽ കൂടെ ഒരു സ്വിംഗ് മാതിരി ഒരു ഡോർ ഉണ്ടായിരുന്നു. അതിന്റെ പുറകിൽ ഒരു കൗണ്ടറും ഉണ്ടായിരുന്നു.
ആ സ്വിംഗ് കഥവ് തുറന്നപ്പോ തന്നെ അവിടുന്ന് പുറത്തിറങ്ങി ആ ചെറുക്കൻ. പക്ഷെ അവന്റെ പേരെനിക്കറിയില്ല. അവന്റെ പേര് മനു ശർമ്മയെന്നാ പറഞ്ഞത്. അവിടെ ഞങ്ങളുടെ ഇലക്ട്രീഷ്യനും ഉണ്ടായിരുന്നു. ആ ഇലക്ട്രീഷ്യൻ പറഞ്ഞു ഇവനാണ് ഷൂട്ട് ചെയ്തതെന്ന്. ബാറിലുള്ള പയ്യന്മാരും പറഞ്ഞത് ഇവനാണ് ഷൂട്ട് ചെയ്തതെന്ന്. ഇവനാണ് ഷൂട്ട് ചെയ്തതെന്ന് തറപ്പിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കാൻ. ഞാൻ പറഞ്ഞു എല്ലാവരുടെ ഫോണിൽ പോലീസിനെ വിളിക്കാനായിട്ട്. ഞാൻ ആ പയ്യനെ അവിടെ പിടിച്ചു നിർത്തി. വൈറ്റ് ടീഷർട്ടും ബ്ലൂ ജീൻസും ആയിരുന്നു അവൻ ഇട്ടിരുന്നത്. മറ്റുള്ളവരൊക്കെ എന്നെ കടന്നു പോയി കഴിഞ്ഞിരുന്നു. എന്റെ പുറകിൽ ഒരു ഡോർ ഉണ്ടായിരുന്നു. അതായത് അവൻ ഈ സൈഡിൽ കൂടെ പോകാൻ നോക്കിയപ്പോൾ ഞാൻ അവനെ പിടിച്ചു നിർത്താൻ നോക്കി. ഇതുപോലെ അവനെ അവിടെ പിടിച്ചു നിർത്താൻ പരമാവധി അതെ, തടുത്തു നിർത്താൻ. അതേപോലെ ആരെങ്കിലും ഒന്ന് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാ ഷൂട്ട് ചെയ്തേന്ന് അവളെ? നിന്റെ പോക്കറ്റിലുള്ള ഗണ്ണ് മര്യാദക്കെടുക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞത് ഞാനൊന്നും ചെയ്തില്ലെന്നാ. എല്ലാവരും അവനാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോ അവൻ പറയുന്നു ഞാനല്ലെന്ന്. അതിനുശേഷം അവൻ എന്നെ തട്ടിവിട്ടിട്ട് അതുവഴി ഓടിപ്പോയി. ഞാനും അവന്റെ പുറകെ തന്നെ ഓടി. എന്നിട്ട് ഉറക്കെ ഒച്ച വെച്ചു. അടുത്തുള്ള ആൾക്കാരോട് പറഞ്ഞു പെട്ടെന്ന് ആംബുലൻസിന് കോൾ ചെയ്യാൻ, ഹോസ്പിറ്റലിലും വിളിച്ചു പറയാൻ പറഞ്ഞു. അതുപോലെ അടുത്ത് ഏതാണ് ഹോസ്പിറ്റൽ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും പറഞ്ഞു. അതിനുശേഷം ഞാൻ അവന്റെ പുറകെ തന്നെ ഓടാൻ നോക്കി. അവന്റെ പുറകെ ഏകദേശം ഗേറ്റ് വരെ ഞാൻ ഓടി. ഒരു 80-90 മീറ്റർ ഉണ്ടാവും. ആ മെയിൻ ഗേറ്റിന്റെ അടുത്ത് തന്നെ എന്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ജെസിക്കയെ ഷൂട്ട് ചെയ്തത് ഇവനാണെന്ന്. പെട്ടെന്ന് പോയി നോക്കാനും അവൻ എങ്ങോട്ടാ ഓടുന്നേ നോക്കാനും പറഞ്ഞു. പിന്നെ വണ്ടി നമ്പർ നോട്ട് ചെയ്യാനും പറഞ്ഞു. അതിനുശേഷമാണ് മനസ്സിലായത് ഏകദേശം 2 കിലോമീറ്റർ അവന്റെ പിന്നാലെ എന്റെ ഹസ്ബൻഡ് ഓടിയെന്ന്. ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയി. പക്ഷെ അവൻ എങ്ങോട്ടോ പെട്ടെന്ന് ഓടി മറഞ്ഞു. തിരിച്ചു വന്നതിന് ശേഷം 2 പയ്യന്മാര്, അതായത് ഞങ്ങളുടെ വെയിറ്റേഴ്സ്, ജെസികയെ ആ ടേബിൾ ക്ലോത്തിനുള്ളിലേക്ക് വെച്ച് എടുത്ത് അതിൽ ചുറ്റി പുറത്തേക്ക് കൊണ്ടുവന്നു. ആ സമയത്താണ് രോഹിത് പാൽ എനിക്ക് കോൾ ചെയ്തത്. എന്നോട് പറഞ്ഞു ഞാൻ അസ്ലോക്കിന് കോൾ ചെയ്തെന്ന്. അവിടെ ഡോക്ടർ അലോക് ചോപ്ര ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ആ ഫോൺ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് തന്നെ സ്ട്രെച്ചറൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. ഒരു 15 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന്. മേഡം, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 139 സാക്ഷികളുണ്ടായിരുന്നു. അതിൽ താങ്കൾ പറഞ്ഞ വ്യക്തികളും ഉണ്ടായിരുന്നു, അതായത് ഇവരാണ് ചെയ്തതെന്ന്. താങ്കൾ സായൻ മുൻഷിയുടെ പേര് പറഞ്ഞു, റെസ്റ്റോറന്റിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞു. പക്ഷേ ഇവരെല്ലാവരും കോടതിയിൽ വന്ന് സാക്ഷി പറഞ്ഞിരുന്നു എങ്കിൽ യഥാർത്ഥ കുറ്റവാളിയെ പിടിക്കാമായിരുന്നില്ലേ? അവർക്ക് ശിക്ഷയും ലഭിച്ചേനെ. തീർച്ചയായും. അതായത് സാക്ഷികൾക്ക് നല്ല സുരക്ഷ ഉറപ്പാക്കുകയാണെങ്കിൽ, വിശ്വസിക്കുന്ന രീതിയിൽ അവർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുകയാണെങ്കിൽ, സ്നേഹത്തോടെ കോൺഫിഡൻസ് ആയിട്ടൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭാഗം അതിനെക്കുറിച്ച് താങ്കൾക്ക് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കഴിഞ്ഞ ആഴ്ച DP യാദവ് ഇവിടെ വന്നിരുന്നു. താങ്കൾ ഇരിക്കുന്ന ഇവിടെ ഇരുന്ന് താങ്കളെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് കേൾക്കൂ. പോലീസുകാർക്ക് അന്നൊരു ദിവസം രാത്രി ഏകദേശം ഒരു 1:30 മണിക്ക് ഒരു മോഡല് തുണിയില്ലാതെ മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. അവിടെ എത്ര വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു? നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? മാഡം, അദ്ദേഹം പറഞ്ഞത് കേട്ടുവല്ലോ അല്ലേ? സംസ്കാരത്തിന് ചേർന്നാണോ? റെസ്റ്റോറന്റിൽ രാത്രി 1 മണിക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുവാണ്. ആ റെസ്റ്റോറന്റ് ഓണറിനെ ആരും എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാൻ തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് അവർ ചോദ്യം ചെയ്യാത്തത്? ആ പെൺകുട്ടി അവിടെ എന്ത് ചെയ്താലും എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് അന്ന് നൽകിയതെന്ന് വെച്ചാ മനു ശർമ്മ അന്ന് അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഹീ ഈസ് നോട്ട് ദാറ്റ് പേഴ്സൺ എന്നാണ് പറഞ്ഞത്. മാലിനി രമാണി, അതായത് റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥൻ. DP യാദവ് പബ്ലിക്കായിട്ടാണ് ഈ കുറ്റം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആരോപിച്ചത്. അവിടെ ഏത് രീതിയിലുള്ള ലിക്വറാണ് നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു. ജെസിക്ക ലാലിനെ കുറിച്ച് ചില വാക്കുകൾ അദ്ദേഹം പറയുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് താങ്കളോട് അന്വേഷിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ്. അതായത് അദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാരൊന്നും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ സ്ഥലത്തേക്ക് വരില്ല. ഞങ്ങളുടെ റെസ്റ്റോറന്റ് ഡൽഹിയിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റുമാണ്, നല്ല പ്ലേസിലുമാണ് നിൽക്കുന്നത്. അന്ന് രാത്രിയിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബിസിനസ് മാൻസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. CLLന്റെ MD ഉണ്ടായിരുന്നു. എല്ലാവരും ഡിന്നറും കഴിച്ചിരുന്നു. ഒരു റൂഫിന്റെ താഴെ ഇത്രയും മഹത്തായ വ്യക്തികളെ കാണുന്നത് വലിയൊരു കാര്യമല്ലേ? അത് ഇന്ത്യയുടെ. അദ്ദേഹത്തിന് എങ്ങനെ ഇത് പറയാൻ തോന്നി? അദ്ദേഹം ചിന്തിക്കുന്നതാണ് പറയുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരല്ല. അത് വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ വരുന്നവരാരും അങ്ങനെയല്ല. അവിടെ വരാൻ യോഗ്യതയുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. എനിക്ക് അത് ശരിക്കും ഒരു അപമാനമായിരുന്നു. ഷോക്കുമായിപ്പോയി. ജെസിക്ക വളരെ നല്ലൊരു കുട്ടിയാണ്. 7 വർഷത്തിനു മുമ്പ് മരിച്ചു പോയ ഒരാളെപ്പറ്റി എങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? ഞങ്ങളെ മനപ്രയാസത്തിലാണ്. ആ കുട്ടിക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടു. ഇങ്ങനെയുള്ളപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് വളരെ തെറ്റായിപ്പോയി. ഐ എം സോറി. ഇതുപോലൊക്കെ സംസാരിക്കുന്നത് വിശ്വാസത്തോടെയും സത്യസന്ധതയോടെയും ആയിരിക്കില്ല ഒരിക്കലും. ഇത് വളരെ തെറ്റാണ്. ഈ കാര്യം സത്യമല്ലേ? താങ്കൾ നടത്തിയ റെസ്റ്റോറന്റിൽ ലിക്വർ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി നടത്തിയിരിക്കുകയാണ്. പാർട്ടികൾ നടന്നു. അപ്പോൾ ജനങ്ങൾ ദേഷ്യപ്പെടാതെ വേറെന്താണ് ചെയ്യുക?
അതായത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടയ്ക്കേണ്ട പെനാൽറ്റി എല്ലാം അടച്ചു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ കോർട്ടിലേക്ക് പോയി പെനാൽറ്റി അടച്ചിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ബിസിനസ് എല്ലാം അടച്ചുപൂട്ടാൻ തുടങ്ങി. വളരെയധികം ശിക്ഷ അനുഭവിച്ചു. പക്ഷേ ഇത് ഏതു തരത്തിലുള്ള നീതിയാണ്? ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ പാർട്ടി നടക്കുകയും അവിടെ ഫേമസ് ആൾക്കാർ വരികയും ചെയ്താൽ ആർക്ക് വേണമെങ്കിലും വന്ന് തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? അതിനുശേഷം ഇത് നിങ്ങളുടെ റെസ്റ്റോറന്റ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മേൽ പഴി ചുമത്താൻ പറ്റുമോ? ഇത് ഏത് തരത്തിലുള്ള ന്യായമാണ്? ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? ഇത് ആരുടെ വീട്ടിലും വേണമെങ്കിലും സംഭവിക്കാം. ഫാം ഹൗസ്, റെസ്റ്റോറന്റ്, എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചതുപോലെ എല്ലാവർക്കും സംഭവിക്കുമോ? താങ്കൾ തന്നെ പറയണം. അതായത് ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിലെ ഇതുപോലെ ഫേമസ് പാർട്ടികളൊക്കെ നടക്കുന്നില്ലേ? ഇതെന്തോ വലിയ സംഭവമായിട്ട് കാണുന്നു. ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? എന്നുവെച്ച് ഏതെങ്കിലും പാർട്ടി നടക്കുമ്പോൾ അവിടെ ഒരാൾക്ക് ഗൺ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ആ കുറ്റമെല്ലാം ആ ഫാമിലിയുടെ മേലെ ചുമത്താൻ പറ്റുമോ? താങ്കളുടെ മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം എന്താണെന്ന് വെച്ചാൽ താങ്കൾ എവിഡൻസ് മാറ്റാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സാക്ഷികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുകയാണെന്ന് ഇതിനെക്കുറിച്ച് പല ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു ബ്രേക്കിന് ശേഷം. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബീന രമാണിയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ബീന രമാണിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ ജെസിക ലാൽ മർഡർ കേസിൽ സാക്ഷികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ബീന നിറയെ മാഗസീൻസിലും ന്യൂസ് പേപ്പറിലും ഒക്കെ എന്താ എഴുതിയിരുന്നെന്ന് വെച്ചാൽ പോലീസിന് ഇൻഫോം ചെയ്യുന്നതിൽ താമസം ഏർപ്പെടുത്തി. കൊല സംഭവിച്ച് ഏകദേശം 45 മിനിറ്റിന് ശേഷവും പോലീസിന് ഇൻഫോം ചെയ്തിട്ടില്ല. ഇത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ആ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ ഷാഹിദ് മുൻഷി ഓടി വന്നിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസിന് ഫോൺ ചെയ്തു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പോലീസിന് അദ്ദേഹം ആദ്യമായിട്ട് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്ന് ഇവനാണവൻ. അദ്ദേഹം പറഞ്ഞു ബീന രമണിയാണ് കോൾ ചെയ്യാൻ പറഞ്ഞതെന്ന്. അദ്ദേഹം പെട്ടെന്ന് ഓഫീസിന് പുറത്തിറങ്ങിയിട്ട് പോലീസിന് കോൾ ചെയ്തു. മാത്രമല്ല അവിടെയുള്ള നിറയെ ബോയ്സിന്റെയും ഗേൾസിന്റെ അടുത്ത് ഫോൺ ഉണ്ടായിരുന്നു. അവരും പോലീസിനെ വിളിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് വിചാരിച്ചു, സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യണമെന്നും വിചാരിച്ചു. പോലീസിന് ഫോൺ ചെയ്തില്ലെന്ന് പറഞ്ഞത് തെറ്റാണ്. ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ എല്ലാരും കോൾ ചെയ്തിരുന്നു. നമ്പർ 100ലേക്ക് കോൾ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ? അവിടെയുള്ളവരൊക്കെ ഉത്തരവാദിത്തമുള്ളവരായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് പോലീസിനെ ലേറ്റായിട്ട് വിളിച്ചെന്ന് വെച്ചാൽ കൊലപാതകം സംഭവിച്ച സ്ഥലത്ത് രക്തക്കറയുണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജെസിക ലാലിന്റെ മർഡറിന് ശേഷം ആ രക്തക്കറ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എവിഡൻസ് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. അതായത് നോക്കിക്കഴിഞ്ഞാൽ താങ്കൾ തന്നെ പറഞ്ഞ ഇതിൽ എന്താണ് ലോജിക്കുന്നത്? അതായത് ആർക്ക് വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി വളരെയധികം പ്രയാസപ്പെടുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ച് ഞാൻ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന് ഫോൺ ചെയ്ത് ആംബുലൻസിന് കോൾ ചെയ്യുന്നു. അങ്ങനെയുള്ളപ്പോ ഞാൻ ആ രക്തക്കറയൊക്കെ തുടയ്ക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവോ? താങ്കൾ തന്നെ ഒന്ന് പറയ കാര്യം. ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ തോന്നുന്നത്? പിന്നൊരു കാര്യം, അതും താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ടേബിൾ ക്ലോത്തിനകത്ത് ചുറ്റിക്കൊണ്ട് പോകുമ്പോ ആ രക്തമെല്ലാം അതിലല്ലേ കാണുക? മൂന്നാമത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവളെ എടുത്തോണ്ട് വന്ന ആ പയ്യൻ, അവൾ ചുമയ്ക്കുന്ന സമയത്ത് ആ രക്തമൊക്കെ ആ പയ്യന്റെ ദേഹത്തായിരുന്നു. എന്നിട്ട് ആ ഷർട്ട് ഞങ്ങൾ പോലീസിന്റെ കയ്യിലേക്ക് കൊടുത്തിരുന്നു. ഒരുപക്ഷെ എനിക്കെതിരെ കുറ്റം ചാർത്തണമെന്നുണ്ടെങ്കിൽ ഞാനെന്തിനാ തുടയ്ക്കുന്നത്? ഷൂട്ട് ചെയ്തത് വേറൊരാളാണ്, പിന്നെന്തിനാ? അപ്പൊ വേണമെങ്കിൽ ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് അക്സെപ്റ്റ് ചെയ്യുക. എനിക്കെതിരെ എന്തിനാണ് ഇങ്ങനെ ഒരു കുറ്റം ആരോപിക്കുന്നത്? ഇത് ആദ്യം മുതലേ മനസ്സിലാവുന്ന കാര്യമാണ്. ഡിഫൻസ് സൈഡിൽ നിന്ന് നോക്കിയാലും എനിക്കെതിരെ കുറ്റം ചാർത്താനാണ് അവര് കഥയുണ്ടാക്കുന്നത്. കേസ് കോർട്ടിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം ഷോക്കായിപ്പോയി. എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ആ കുട്ടിയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. ഷൂട്ട് ചെയ്യാൻ വന്നവനെ തടുക്കാൻ നോക്കി. ആ സമയത്ത് ആ രക്തക്കറ തുടയ്ക്കാൻ ഞാൻ എങ്ങനെയാണ് ആലോചിക്കുന്നത്? മനസാക്ഷിയുള്ള ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുവോ? ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ബോയ്സ് ആ കുട്ടിയെ തുണിയിൽ കവർ ചെയ്ത് വെച്ചിരുന്നു. അതാണ് സത്യമായിട്ടുള്ള കാര്യം. പൊതിയാണ് വെളിയിൽ കൊണ്ടുവന്നത്. ഒരുപക്ഷെ രക്തം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് ഡോക്ടറോട് തന്നെ പറയായിരുന്നല്ലോ. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സുരേഷ് ചന്ദ്ര പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. 1999 ഏപ്രിൽ 13 മെഹ്റോളി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഞാൻ കിച്ചണിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഷൂട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു. ഞാൻ ഉടൻ തന്നെ കൗണ്ടർ സൈഡിലേക്ക് പോയപ്പോൾ ജെസിക ലാൽ മാഡം താഴെ കിടക്കുകയായിരുന്നു. അവിടെ നിന്നിരുന്ന ഒരു ഗസ്റ്റ് എന്നോട് തുണിയും വെള്ളവും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ എടുത്തുകൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ ഗസ്റ്റ് ജെസിക ലാലിന്റെ മുഖം തുടച്ചു. തറയിൽ രക്തം ചിതറിയിരുന്നു. ഗസ്റ്റ് അത് ക്ലീൻ ആക്കാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ തറയിൽ ഉണ്ടായിരുന്ന രക്തം തുടച്ചു. മേ ബി ഉണ്ടായിരിക്കാം, ഇതൊക്കെ സംഭവിച്ചിരിക്കാം. ഞാൻ മനു ശർമ്മയെ ചേസ് ചെയ്ത് ആ ഗേറ്റ് വരെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് സംഭവിച്ചിരിക്കാം. അതായത് ഒരു ഗസ്റ്റിന്റെ മുഖം തുടയ്ക്കണമെന്ന് പറഞ്ഞിരിക്കാം.
പരിക്ക് പറ്റിയവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്വാഭാവിക കാര്യമല്ലേ? വെള്ളം കൊണ്ട് തുടയ്ക്കുന്നതും ഐസ് വെക്കുന്നതും ഒക്കെ നടക്കുന്ന കാര്യമല്ലേ? ഇത് വളരെ നോർമൽ കാര്യമാണ്. പക്ഷെ താങ്കൾ പറഞ്ഞത് തറയിലുള്ള രക്തം ഒരു എവിഡൻസ് ആണ്, അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചില്ലെന്നാണ്. ഇല്ല, ആ എവിഡൻസ് ഉണ്ടായിരിക്കാം പോലീസ് വന്നപ്പോ. ആ പ്ലേസ് അവര് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം, നോട്ടീസും ചെയ്തിരിക്കണം. പക്ഷെ ഇപ്പൊ 7 വർഷമായിരിക്കുന്നു. ഞാൻ ഇപ്പൊ വേണമെങ്കിലും വിളിക്കാം വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോകത്തെല്ലാം 20 വർഷത്തിന് ശേഷവും ലൂമിനോൾ പോലുള്ള കെമിക്കൽസ് യൂസ് ചെയ്ത് രക്തക്കറകൾ കണ്ടുപിടിക്കാൻ പറ്റും. അവർക്ക് ആവശ്യമുള്ള സാക്ഷികളെ കണ്ടുപിടിക്കാം. പക്ഷെ ബ്ലഡ് ജെസിക്കയുടെ ബോഡിയിലായിരുന്നു, ബോഡി ഹോസ്പിറ്റലായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് പോലീസ് ആയിരുന്നാലും അവിടെ പോയി നോക്കായിരുന്നു. പിന്നെന്തിനാണ് ഈ ബ്ലഡിന്റെ കാര്യം ഇത്ര ഇഷ്യൂ ആക്കുന്നത്? അതിലൊന്നും ഒരു തരത്തിലുള്ള റെലവൻസും ഇല്ലായിരുന്നു. 2 ഇഷ്യൂസ് ഉണ്ട്. ആദ്യത്തേത് രക്തക്കറ നീക്കം ചെയ്യാൻ ശ്രമിച്ചത്. ചിലർ പറയുന്നു തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന്. രണ്ടാമതായി ജെസിക ധരിച്ചിരുന്ന വസ്ത്രം അത് കാണാതെ പോയിരിക്കുകയാണ്. അങ്ങനെ ഒന്നും കാണാതെ പോയിട്ടില്ല. ഞാൻ ടേബിൾ ക്ലോത്തിലാണ് ചുറ്റി ഞങ്ങൾ ഡോക്ടർ അലോക് ചോപ്ര ജസ്ലോക് ഹോസ്പിറ്റലിന്റെ ഡോക്ടറാണ്. അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ ഒരു ആക്സിഡന്റ് കാരണം അദ്ദേഹത്തിന്റെ 2 ഷോൾഡറും പരിക്ക് പറ്റിയിരിക്കുകയാണ്. ആ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഇവിടേക്ക് വരാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ലൈവിൽ അദ്ദേഹത്തെ കാണാം. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഡോക്ടർ അലോക് ചോപ്ര. ഡോക്ടർ സാർ, ചോദ്യം എന്താണെന്ന് വെച്ചാൽ ജെസിക ലാൽ ധരിച്ചിരുന്ന വസ്ത്രം, അതിൽ രക്തത്തിന്റെ കറയുണ്ടായിരുന്നു. ആ വസ്ത്രങ്ങൾ കാണാതെ പോയോ? അല്ല, ജെസിക്കയെ കൊണ്ടുവന്ന സമയത്ത് ഒരു ഷീറ്റ് കൊണ്ടോ അതല്ല ടേബിൾ ക്ലോത്ത് കൊണ്ടോ ചുറ്റിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അതാണ് ഈസി ആയിട്ട് ഒരാളെ കടത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും നല്ല വഴി. അവര് ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അവര് വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അവരുടെ വസ്ത്രങ്ങളിൽ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊരു അവസ്ഥയിലാണ് അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ആ സമയത്ത് ആരും അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചില്ല. ആ ഷീറ്റോ ആ ടേബിൾ ക്ലോത്തോ അവരെ ചുറ്റിയിരുന്നത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ബീന രമണി അവരെ എങ്ങനെയാണോ കടത്തിക്കൊണ്ടു വന്നത് അതേ അവസ്ഥയിൽ തന്നെയാണ് അവരവിടെ നിന്നത്. ഡോക്ടർ ചോപ്ര, അവരെ ആ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്നപ്പോൾ അവർ രക്ഷപ്പെടുമെന്നുള്ള വല്ല വിശ്വാസം താങ്കൾക്കുണ്ടായിരുന്നു? താങ്കളുടെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്തിനാണ് അയച്ചത്? അവരെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു എന്ന് വേണം പറയാൻ. അതിനെ സർക്കുലേറ്ററി ഫെയിലിയർ എന്നാണ് പറയുക. പൾസും ബ്ലഡ് പ്രഷറും മെഷർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ശ്വസിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ടെക്നിക്കലി അവര് ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രെയിൻ ഡെത്തും സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവരപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാലും ആ സമയത്ത് പറ്റാവുന്നത്ര ഞങ്ങൾ അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. അവരുടെ ലങ്സിലേക്ക് ഞങ്ങൾ ട്യൂബ് ഇട്ടു, പിന്നെ ബ്ലഡ് കൊടുത്തു, പൾസും ബ്ലഡ് പ്രഷറും കൂട്ടാനായിട്ട് ചില കെമിക്കൽസ് കൊടുത്തു. സർജൻസിനെയും ന്യൂറോ സർജൻസിനെയും പെട്ടെന്ന് വരുത്തിച്ചു. ഇഞ്ചുറി അസസ് ചെയ്യുന്നതിനായി കാറ്റ് സ്കാനും ചെയ്തു. ആ കാറ്റ് സ്കാൻ ചെയ്തപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. ഇങ്ങനെയുള്ള പരിക്കുകൾ പറ്റിയ ജീവൻ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന്. ആ സമയത്ത് ജെസിക്കയുടെ പാരൻസ് വന്ന് അപ്പോളോയിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂറോ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഈ ഒരു സിറ്റുവേഷനിൽ അതിനെക്കൊണ്ടും വലിയ ഫലമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ആ സിറ്റുവേഷൻ വളരെ എമോഷണൽ ആയിരുന്നു. അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞങ്ങളും അതിന് സമ്മതിച്ചു. ഡോക്ടർ സാർ, ഇവിടെ പബ്ലിക് ധാരാളം പേര് വന്നിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഡോക്ടറിനോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? എങ്കിൽ ചോദിക്കാം. താങ്കൾ ചോദിക്കുന്നുണ്ടോ? ഓക്കെ സാർ, ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത്. ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നതാണ് കള്ളെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്റെ ചോദ്യം എന്താണെന്നാൽ, നിങ്ങൾ ഡോക്ടർ ആയിരുന്ന സമയത്ത് അവർക്ക് നിങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നു. നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? സത്യം എങ്ങനെ അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ആദ്യം തന്നെ ഞാൻ ചില സത്യങ്ങൾ ക്ലിയർ ചെയ്തേക്കാം. രണ്ടാമതായി, ഓരോ സത്യത്തിനും ഒരു പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന്, ഡിഫൻസ് ലോയേഴ്സ് ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ എന്താണെന്നാൽ, വസ്ത്രത്തിൽ എത്രമാത്രം രക്തക്കറകൾ ഉണ്ടായിരുന്നു എന്ന്. അവരുടെ ഡ്രസ്സ് വൈറ്റ് കളറിലായിരുന്നോ, അതല്ല അവർ വൈറ്റ് ഷോർട്സ് ധരിച്ചിരുന്നോ, ഷോർട്സിൽ തന്നെ അത് ഡെനിം ഷോർട്സ് ആയിരുന്നോ, അതല്ല വേറെ ഷോർട്സ് ആയിരുന്നോ, എത്ര ആർട്ടറീസ്, എത്ര വെയിൻസ്, എത്ര കെപ്പിലറീസ് ഡാമേജ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ള കാര്യം വിട്ട്, അതായത് വേറെ ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്താണെന്നാൽ, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഫോക്കസ് ചെയ്യാവൂ. അതായത് ഇതിൽ ഇനിയും കുറേ പേര് ഇൻവോൾവ് ആയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ബീന രമണിയെ പോലെയുള്ള ചിലർ അവരെ കൊണ്ട് പറ്റാവുന്നത്ര സഹായം ചെയ്യാനായിട്ട് അവർ വിചാരിച്ചു. ജെസിക്ക എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവർ വിചാരിച്ചു. അവര് നല്ല ഉദ്ദേശത്തോടെ ചെയ്ത ആ ഒരു കാര്യത്തെ നിങ്ങൾ സംശയിക്കാതിരുന്നാൽ വളരെ നന്നായിരുന്നേനെ. ഡോക്ടർ ചോപ്ര, വളരെ നന്ദിയുണ്ട്. താങ്കൾ ലൈവിൽ വന്നതിന് വളരെ നന്ദി.
മാം, ഇപ്പോൾ ഡോക്ടർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു താങ്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, താങ്കൾക്ക് സപ്പോർട്ടായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ താങ്കൾക്ക് തന്നെ അറിയാം താങ്കൾ ഇപ്പോഴും ആ സംശയദൃഷ്ടിക്കുള്ളിലാണ് ഉള്ളത്. എന്താന്ന് വെച്ചാ ഈ ഡിഫൻസിലുള്ളവരൊക്കെ അവരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഇതിനു മുമ്പുള്ള പല കേസുകളിലും സാക്ഷികൾ വളരെയധികം പേടിച്ച് എവിടെയെങ്കിലും ഓടിപ്പോവും. അവരൊരിക്കലും വരില്ല. ഇപ്രാവശ്യം അവര് സാക്ഷികളെ ഭയപ്പെടുത്താനായി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു, അവരുടെ വായിന്നൊന്നും വീഴാതിരിക്കാൻ. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവര് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ സാധാരണ ആൾക്കാരല്ലേ, അവര് വലിയവരും. അവരുടെ കോണ്ടാക്ട്സും റീച്ചെല്ലാം വളരെ ദൂരത്തിലുള്ളതാ. ദൈവാനുഗ്രഹം കൊണ്ടാ ഞങ്ങൾ ജീവനോടെ ഉള്ളത്. എന്നാലും അവസാനം വരെ ഞങ്ങൾ പോരാടും. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു. ബീന, നിങ്ങളിപ്പോ താങ്കൾ ഏത് രീതിയിലുള്ള കഷ്ടങ്ങളാണ് അനുഭവിച്ചത്? താങ്കൾ ഒരു സാക്ഷിയാണ്, താങ്കൾ കോടതിയിലേക്ക് പോയി ഈ സാക്ഷിയായിട്ട് നിൽക്കുന്നത് വളരെയധികം കഷ്ടമുള്ള കാര്യം. വളരെ കഷ്ടമാണ്. ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സപ്പോർട്ട് ആവശ്യമാണ്, പക്ഷെ ഞങ്ങൾക്കത് കിട്ടുന്നില്ല. ഈ 7 വർഷമായിട്ട് ഞങ്ങളുടെ ഫാമിലി എത്രത്തോളം കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയില്ല. അത് പറയാൻ എനിക്ക് വാക്കുകളില്ല. ദൈവം മാത്രം ഞങ്ങൾക്ക് തുണയായിട്ടുള്ളൂ. മറ്റെല്ലാം ഞങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു. അത് മാത്രമേ തുണയുള്ളായിരുന്നു. ഈ രാജ്യത്തെ സത്യസന്ധമായിട്ടുള്ള സാക്ഷികളോട് പോയി ചോദിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. മറ്റ് രാജ്യങ്ങളിൽ ഇതുപോലുള്ള സാക്ഷികളെ ഹീറോ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ മാത്രമാണ് അവർക്ക് ശിക്ഷ കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നത്. സാക്ഷിയാവുന്നത് തെറ്റാണെന്നുള്ള രീതിയിൽ. അതുമൂലം ആ കുടുംബം എത്രത്തോളം ബാധിക്കപ്പെടുന്നു എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞങ്ങൾ ജെസിക്കയ്ക്ക് നീതി കിട്ടുന്നത് വരെ അവസാനം വരെ പോരാടും. ഞങ്ങളുടെ കൂടെ ആരുണ്ടാവുന്നു ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ബീന, അവര് വളരെ പവർഫുൾ വ്യക്തികളാണെന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും അവരുടെ അടുത്ത് വളരെയധികം പവറുണ്ട്. ആരെ കൊണ്ട് തടുക്കാൻ കഴിയില്ല. അവർക്ക് രാഷ്ട്രീയ ബലമുണ്ട്, പണത്തിന്റെ ശക്തിയും കൂടുതലാണ്. ഈ രാജ്യത്തെ എന്തോ അവർക്ക് വിലയ്ക്ക് വാങ്ങാൻ ഞങ്ങൾക്കതില്ല. ഞങ്ങളുടെ കൈ സത്യം മാത്രമേ ഉള്ളൂ. ഈ സത്യസന്ധത അവസാനം വരെ ഞങ്ങൾ കൊണ്ടെത്തിക്കും. ഈ സത്യസന്ധതയായിരിക്കും ഞങ്ങൾക്ക് തുണയായിട്ടുള്ളത് അവസാനം വരെ. പക്ഷേ ഈ രാജ്യത്തുള്ള ജനങ്ങൾ താങ്കൾക്ക് സപ്പോർട്ടായിട്ട് വരുമെന്നുള്ള കാര്യം എന്തുകൊണ്ട് താങ്കൾ ഓർത്തില്ല? ഇല്ല, തുടക്കം മുതലേ കണ്ടുകഴിഞ്ഞാ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പരത്തിയത്. അത് കേട്ടപ്പോ തന്നെ ഷോക്കായിപ്പോയി. ഇതെല്ലാം ആര് വിശ്വസിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അതിനുശേഷം എല്ലാ ന്യൂസ് പേപ്പറിലും ഇത് കോപ്പി അടിച്ച് എഴുതാൻ തുടങ്ങി. ഞാൻ എന്റെ ലോയറോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ സത്യമൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു കേസ് കോടതിയിലുള്ളപ്പോ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ലെന്ന്, ജഡ്ജസിനെ റെസ്പെക്ട് ചെയ്യണമെന്നും സംസാരിക്കാൻ പാടില്ലെന്നും. സോ അക്കാര്യം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും വർഷമായിട്ട് ആ സത്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ഞാൻ ഇതുപോലുള്ള ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ അല്ല. എന്നെ കണ്ട അതുപോലെ ചെയ്യുന്ന ആണെന്ന് തോന്നുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഒരു ലോജിക്കും ഇല്ല. ബുദ്ധിയില്ലാത്തവർ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ഇതിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ? ഒരു ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോൾ എങ്ങനെയാണ് രക്തക്കറ തുടച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നത്? നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിക്ക്, ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോ? എനിക്ക് ഈ വിഷയത്തിൽ ഇനി എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. ശരി, ജനങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് താങ്കൾ. ഞാൻ പറഞ്ഞു വരുന്നത് ബീന റമാണിയെ പോലുള്ള ആളുകൾ നമ്മുടെ സമുദായത്തിലുള്ളതുകൊണ്ടാണ് 7 വർഷത്തിനു ശേഷം പോലും ജെസികയ്ക്ക് നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നത്. അവർ സ്വാർത്ഥയായി ചിന്തിക്കാതെ നീതിക്ക് വേണ്ടി നിന്നതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ആ വിശ്വാസമുള്ളത്. നമ്മുടെ നാട് മുന്നോട്ടു പോകുമെന്നുള്ള വിശ്വാസമുള്ളത്. ഇക്കാര്യത്തിൽ ഇവരെ പോലുള്ള ആളുകൾ നിന്ന് പൊരുതുന്നത് കൊണ്ടാണ് ആ വിശ്വാസമുള്ളത്. താങ്ക് യു. നമ്മൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണം, അക്യൂസ്റ്റ് ചെയ്യാതെ. നമ്മൾ എല്ലാവരും അവരുടെ കൂടെ നിന്ന് അവർക്ക് ആവശ്യമുള്ളപ്പോൾ സഹായിക്കണം. ബീന മാം, ലിസ്റ്റ് വളരെ വലുതാണ്, അതായത് താങ്കളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളുടെ. പക്ഷെ ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ബീന മാഡത്തിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രസിദ്ധ സെലിബ്രിറ്റിയായ ബീന രമാണിയോടാണ്. ഇന്ന് നമ്മൾ ജെസിക്ക ലാൽ മർഡർ കേസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ബീന രമാണിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ സാക്ഷി പറയുമ്പോൾ പേടിച്ചു എന്നുള്ളതാണ്. ബീന മാം, താങ്കൾ പറഞ്ഞു വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന്. ധാരാളം പേർ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ കോടതിയിൽ പോയി സാക്ഷി പറയുന്ന സമയത്ത്, അതായത് താങ്കളായിരുന്നു അതിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷി, പക്ഷേ താങ്കൾ അവിടെ വെച്ച് പേടിച്ച് പറയാൻ വന്ന യഥാർത്ഥ സത്യങ്ങൾ പറയാതെ പോയെന്നാണ് പറയുന്നത്. അതായത് നോക്കിക്കഴിഞ്ഞാൽ ഈ 7 വർഷത്തില്
എന്റെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെട്ട സമയം അത് ഈ കോടതിയാണെന്നേ പറയൂ. അതായത് 2.5 വർഷം മുമ്പ് തൊട്ടേ ഒരു ദുസ്വപ്നം പോലെ എന്റെ മനസ്സിൽ സെറ്റായിക്കൊണ്ടിരിക്കുക. ആ സമയം പ്രസ്സും ഞങ്ങൾക്കെതിരായിരുന്നു. ഈ പ്രഷറിൽ ഞങ്ങളുടെ ബിസിനസ് എല്ലാം തകർന്നടി. വളരെ കഷ്ടപ്പെട്ട സമയമായിരുന്നു. അപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യമായിരുന്നു, ഒരു ദിവസം വരുമ്പോൾ എനിക്ക് ആ കോർട്ടിൽ ചെന്നെന്ന് പറയണം, എല്ലാരും നടന്ന സത്യങ്ങൾ അറിയണം. അത് മനസ്സ് വിചാരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോവാൻ ആഗ്രഹിക്കുന്നത്. ഭീഷണിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. ഭീഷണിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല. അത് കേട്ട് കേട്ട് ശീലമായി. അതായത് ആ മൊമെന്റിൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള കോടതിയല്ല അവിടെയുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ മുമ്പിൽ തന്നെ ജഡ്ജി ഉണ്ടാവും. ഞാനാണെങ്കിൽ ഈ സൈഡിൽ, അവിടെ ആണെങ്കിൽ ഡിഫൻസിന്റെ കൂടെ 14 ലോയേഴ്സ് ഉണ്ടാവും, രാജ്യത്തെ വലിയ ലോയേഴ്സ്. ആ സൈഡിൽ ഒരു 9-10 അക്യൂസ്ഡ് കാണും. പിന്നെ ഈ സൈഡിൽ ഒരു 30ഓളം പ്രസ്സുകാര് ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. പിന്നെ ഞാൻ ഈ ഭാഗത്ത് തനിയെ നിൽക്കും, എന്റെ കൂടെ ലോയറും ഉണ്ടാവും, അതായത് ഞങ്ങളുടെ ലോയർ. ആ സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഓർത്താ ശ്വാസം വിടാൻ പോലും പറ്റില്ലായിരുന്നു. എന്താന്ന് വെച്ചാ വളരെയധികം ഡിഫിക്കൽട്ടായിരുന്നു. ഞാൻ താഴെ വീഴുമെന്ന് പോലും പേടിച്ചുപോയി. അവരെനിക്ക് എത്ര ബോട്ടിൽ വെള്ളം തന്നെന്ന് പോലും ഞാൻ മറന്നുപോയി. ആ പേടിയിലും അന്ന് ഞാൻ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അപ്പൊ ജഡ്ജി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആൾ അവിടെയുണ്ടെന്ന്. അപ്പൊ എനിക്ക് അയാളെ അറിയില്ലായിരുന്നു. വീണ്ടും എന്നോട് ജഡ്ജി പറഞ്ഞു, പുറകെ നിൽക്കുന്നുണ്ട്, മുമ്പോട്ട് വരാൻ പറഞ്ഞു. പുറത്തു വന്നപ്പോ ഞാൻ പറഞ്ഞു ഇയാളായിരിക്കുമെന്ന്. അന്ന് അയാളുടെ മുഖമെല്ലാം ഒരുമാതിരി ചേഞ്ച് ചെയ്തിരുന്നു. ഞാനപ്പോ അവിടേക്ക് ചെന്ന് വളരെ പേടിയോടുകൂടി അയാളുടെ ഷോൾഡറിൽ കൈവച്ചു. ഞാൻ പറഞ്ഞു ഇയാളാണെന്ന് വിചാരിക്കുന്നെന്ന്. ഞാൻ വളരെ പേടിച്ചാ പറഞ്ഞത്. ഞാൻ പോയി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇതല്ലാതെ വേറെ എന്തു പറയാൻ പറ്റും? ഞാൻ ശരിക്കും പേടിച്ചു പോയി. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ അത്രയും ദൂരം പോയി ആ പയ്യന്റെ ചുമലിലാ കൈവച്ചത്. വേറെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെന്തിനെ എനിക്കെതിരെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തെ. അതായത് എനിക്കുള്ളിലൊരു പേടിയുണ്ടായിരുന്നു. ആ പേടിയുള്ളപ്പോഴും ധൈര്യത്തോടെ ഞാൻ പോയി പറഞ്ഞത്. ഞാൻ പോയി ആളെ കാണിച്ചാ പറഞ്ഞത്. അവിടെ പോയി ഉറക്കെ ഇവരെന്ന് പറയാതെ കാണാൻ ഇവനെപ്പോലെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. ഞാൻ അയാളെ തൊട്ട് കാണിച്ചത്. ആ കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യാതെ അതൊരു വലിയ വിവാദമാക്കി. അതായത് താങ്കളുടെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ കോടതിയിൽ നമ്മൾ പോയി സ്ട്രോങ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ താങ്കൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതൊരു 5 വർഷത്തിന് മുമ്പ് നടന്നതാ. 5 വർഷമായിട്ട് ഞാൻ പറയുന്ന കാര്യം ഇതാണ്. എനിക്കൊരു ചാൻസ് തരണമെന്നും ഈ മനുഷ്യർമ്മ തന്നെയാണ് അത് ചെയ്തതെന്നും ഇയാളാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അയാളാണ് അക്യൂസ്ഡ് എന്നും എനിക്കതിൽ ഒരു ഡൗട്ടും ഇല്ലെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ എനിക്കക്കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. അതായത് വീണ്ടും ഇക്കാര്യം തന്നെ പറയുന്നത്. ഈ സ്ഥലത്ത് താങ്കൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നു, ഈ കാര്യം തന്നെ താങ്കൾക്ക് വീണ്ടും കോടതിയിൽ പോയി പറയാൻ സാധിക്കും? എനിക്ക് തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാൽ ഞാനും എന്റെ ഫാമിലിയിലെ 3 പേരും ചേർന്ന് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു ദിവസം വരണമെന്നാണ്. ഞാൻ വീണ്ടും പോയി ഐഡന്റിഫൈ ചെയ്തിട്ട് ജെസിക ലാൽ കേസിൽ നീതി ലഭിക്കണമെന്ന് അവൾക്ക് ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കും. എന്നാലേ എനിക്ക് സന്തോഷമാവും. കുറച്ചു നാളിന് മുമ്പ് ജെസിക ലാലിന്റെ ചേച്ചിയായ സബീന ലാൽ ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. അതിൽ അവരോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാ, ബീന, മാലിനി, താങ്കളുടെ ഹസ്ബൻഡ് ജോർജസ്, നിങ്ങളുടെ എവിഡൻസ് കൃത്യമായതല്ലായിരുന്നു എന്ന്. അവർ പറയുന്നത് ബീനയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്ന്. അവർ പോലീസിന് നൽകിയ സ്റ്റേറ്റ്മെന്റ് വളരെ സ്ട്രോങ് ആയിരുന്നു എന്നും. പക്ഷേ കോടതിയിൽ അവർക്ക് നേരിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അവനെപ്പോലെ ഒരു രൂപമെന്ന് മാത്രമാണ് പറഞ്ഞത്. മാലിനിയുടെയും ബീനയുടെയും 2 സ്റ്റേറ്റ്മെന്റ് കൂടി ചേർന്നാലും ഈ കേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ബീനയാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട സാക്ഷി. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ്, മുമ്പത്തേക്കാൾ സ്ട്രോങ് ആണ്. അങ്ങനെ ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ അവിടെ പോയി നിന്നിട്ട് അതേ ഇവനാണെന്ന് എനിക്ക് പറയാൻ കഴിയും. ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയതാണ് ഞാൻ ചെയ്തത്. ആ സമയത്ത് എനിക്ക് എത്രത്തോളം ധൈര്യമുണ്ട് അതാണ് ഞാൻ കാണിച്ചത്. ഞാൻ അനുഭവിച്ച അത്രയും കഷ്ടപ്പാട് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. എന്റെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട ദിവസങ്ങളായിരുന്നു. ഞാനതൊരിക്കലും മറക്കില്ല. ഇപ്പോ കേസ് വീണ്ടും ഓപ്പൺ ആവാൻ പോവുകയാണ്. വീണ്ടും താങ്കളെ സാക്ഷി പറയാൻ വേണ്ടി വിളിപ്പിക്കും. ഇപ്പോൾ താങ്കൾക്ക് ധൈര്യമായിട്ട് പോയി പറയാൻ സാധിക്കുമോ? 100% യെസ്. ഇപ്പൊ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു. സബീന ലാൽ താങ്കളുടെ മേൽ മറ്റൊരു കുറ്റം കൂടി ആരോപിക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കളുടെ ഫാമിലിയിലുള്ള ഒരു ക്ലോസ് റിലേഷൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ബീന രമണി താങ്കൾ ഈ കേസിൽ നിന്ന് പിന്മാറണം, അതാണ് താങ്കൾക്ക് നല്ലതെന്ന്. വലിയ വലിയ വ്യക്തികൾ ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് താങ്കൾ ഇതിൽ നിന്ന് മാറുന്നതാണ് താങ്കൾക്ക് നല്ലതെന്നും പറഞ്ഞെന്ന്.
ഇതിലുള്ളത് മുഴുവനും കള്ളമാണ്. സബിനെ പറ്റി അങ്ങനെ പറയുന്നതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന് നന്ദി. സബീന എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് വളരെ ഡേഞ്ചറസ് ആയ കാര്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ആരുടെ അടുത്താണ് ഡീൽ ചെയ്യുന്നതെന്ന് അറിയില്ല. ഈ കേസ് നമ്മൾ തുടരുകയാണെങ്കിൽ നമുക്കൊന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല. ഇല്ല, അവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നാ വിചാരിക്കുന്നത്. പക്ഷേ അവര് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞിരിക്കാം. ഞാൻ ആ കാര്യം വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. അതായത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് നോക്കിയാൽ ഒരാളെ ഷൂട്ട് ചെയ്തിട്ട് വളരെ ധൈര്യത്തോടുകൂടി നിൽക്കുന്നു. ഒരു കുറ്റബോധവും ഇല്ലാതെ വളരെയധികം ധൈര്യത്തോടെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ ഡേഞ്ചർ അല്ലേ? അതുകൊണ്ട് ഞാൻ തീർച്ചയായും പറഞ്ഞിട്ടുണ്ടാകും അയാൾ ഡേഞ്ചർ ആണെന്ന്. അതുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. പറയുന്നു അവർ വളരെ പവർഫുൾ ആണ്, വളരെ ഡേഞ്ചർ ആയ വ്യക്തികളാണെന്ന്. അതൊക്കെ ഇരിക്കട്ടെ, പക്ഷെ താങ്കൾ എന്തുകൊണ്ട് പറഞ്ഞില്ല ഈ കേസ് 2 ദിവസം കഴിഞ്ഞു വെച്ചാൽ മതിയെന്ന്? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇത് തീർച്ചയായിട്ടും അവർ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ അന്ന് പറഞ്ഞത്, അന്ന് രാത്രി ഞാൻ മനുശർമ്മയുടെ മുഖം കണ്ടപ്പോ അവന്റെ പേര് പോലും എനിക്കറിയില്ലായിരുന്നു. എനിക്കപ്പോ എന്താ തോന്നിയെന്ന് വെച്ചാ, ഒരു മിനിറ്റിന് മുമ്പ് ഒരാളെ ഷൂട്ട് ചെയ്തിട്ട് നിൽക്കുമ്പോ അവന്റെ മുഖത്ത് ഒരു തരത്തിലുള്ള പേടിയില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ അവനെ പേടിപ്പിക്കാൻ കുറെ ട്രൈ ചെയ്തു. പക്ഷേ അവനെ കണ്ടുകഴിഞ്ഞാ അവന്റെ മുഖത്ത് ഒരു പേടിയുമില്ലായിരുന്നു. അത് കണ്ടപ്പോ എനിക്കാ പേടി തോന്നിയത്. അവനെ ഞാൻ പേടിപ്പിക്കാൻ നോക്കിയപ്പോൾ ആ സമയത്ത് അവൻ എന്നെ ഷൂട്ട് ചെയ്യുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ ജെസ്സിക്കയെ കാറിലെടുത്തോണ്ട് പോകാൻ നോക്കിയപ്പോ ആ 10-15 മിനിറ്റിൽ എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത്, ഇവൻ എന്തൊരു മനുഷ്യന്, ആരുടെ മോനായിരിക്കും, ഇവന്റെ പേരൻസ് ഇവനെ എങ്ങനെ വളർത്തിയതായിരിക്കും? ഒരുപക്ഷെ അവനൊരു വലിയ പണക്കാരനായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റീഷ്യന്റെ മോനായിരിക്കാം. താങ്കൾക്ക് ഇതിനു മുൻപ് അയാൾ ആരാണെന്ന് അറിയില്ല? ഇല്ല, ഞാൻ ഒരിക്കലും കണ്ടിട്ടേയില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ജെസ്സിക്കയെ ICUലോട്ട് കൊണ്ടുപോയപ്പോ 10 മിനിറ്റിനുള്ളിൽ ആ റെസ്റ്റോറന്റിലുള്ളവരെല്ലാം വരാൻ തുടങ്ങി. അവിടെയുള്ള ഗസ്റ്റുകള്, പിന്നെ ജെസ്സിക്കയുടെ ഫ്രണ്ട്സ്, അവരെല്ലാം അവിടെ വന്ന് കരയാൻ തുടങ്ങി. ഞാനപ്പോ അവരെല്ലാരെയും ഒന്നിച്ചു നിർത്തിയിട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ജെസ്സിക്കയുടെ ജീവൻ ഒരു ആപത്തും വരാതിരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ അവന്റെ മുഖം കണ്ടിരുന്നു. എന്റെ പേടിയെല്ലാം അവൻ ഏതോ വലിയ പണക്കാരന്റെ വീട്ടിലെ മോനാണെന്നും ഏതോ പൊളിറ്റീഷ്യന്റെ മോനാണെന്നോ വിചാരിച്ചു. അവരെല്ലാം നമ്മളോട് പകരം ചോദിക്കുക. ആ സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും നമ്മൾ പേടിക്കാൻ പാടില്ലെന്നും നമ്മൾ ഇതിനെതിരെ എതിർക്കണമെന്നും ഇതത്ര ഈസി അല്ലെന്നും പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ വരുന്നവരെല്ലാം കരയാൻ തുടങ്ങി. അവിടെ വന്നവരോടെല്ലാം പറഞ്ഞ കാര്യം ഇതാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ പോരാടണമെന്ന്. അവര് വലിയ പവർഫുള്ളായിട്ടുള്ള ആളാണെങ്കിൽ ഒന്നിച്ച് നിന്ന് പോരാടണമെന്നും പറഞ്ഞു. ഞാൻ ഇത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ വാർത്തകൾ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. അതായത് എന്റെ ക്യാരക്ടർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയൊന്നും അല്ല. ഞാൻ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇനി ഇതുപോലൊരു സംഭവം നടന്നാലും ഞാൻ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ഒരിക്കലും പേടിക്കില്ല. ബീന രമണി മാഡം സത്യം പറഞ്ഞ ദയ കാണിച്ചതാണ്. ജെസിക്ക ലാലിന് സംഭവിച്ചത് വളരെ വലിയ അനീതി തന്നെയാണ്. അത് തന്നെയാണ് ഇവരും പറഞ്ഞത്. ഇതിനുശേഷം ഈ കേസിന്റെ കാര്യത്തിൽ അത് എങ്ങനെയാണെങ്കിലും ഞാൻ കോപ്പറേറ്റ് ചെയ്യും, കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് നിങ്ങളിൽ വലിയ വിശ്വാസം തന്നെയുണ്ട്. പക്ഷേ മുന്നേ നിങ്ങൾ പറ്റിച്ചു കളഞ്ഞു. ഇനി അങ്ങോട്ട് നിങ്ങൾ ധൈര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുമോ? ഇതിനു മുമ്പ് ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ ഒരിക്കലും ആരെയും പറ്റിച്ചിട്ടില്ല, ഇനി ഒരിക്കലും ചെയ്യില്ല. ആ സമയത്ത് ഞാൻ വളരെയധികം വീക്കായിരുന്നു. അതൊരിക്കലും ഒരു പറ്റിക്കലല്ല. അല്ല, നിങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഭയന്നു പോയി എന്ന്. പക്ഷേ നടന്ന സത്യത്തെ നിങ്ങൾ സമ്മതിക്കുന്നു. മുമ്പ് മറുപടി കൊടുത്തിരുന്നു. എനിക്ക് ഇതുപോലൊരു ചാൻസ് ഇന്നോ നാളെയോ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞു തന്നാലും ഞാൻ അയാളെ കാണിച്ചു കൊടുത്ത് സത്യം വിളിച്ചു പറയും. വെരി ഗുഡ് മാഡം. അതെ, ഞാൻ ഒരിക്കലും പേടിക്കില്ല. ഞാൻ സത്യം തന്നെ പറയും. പബ്ലിക്കിന്റെ പ്രഷർ കാരണം, ജനങ്ങളുടെ പ്രക്ഷോഭം കാരണം ഈ കേസ് ഇപ്പോൾ റീഓപ്പൺ ആയിരിക്കുകയാണ്. താങ്കൾക്ക് വീണ്ടും കോടതിയിൽ പോകാനുള്ള ഒരു സന്ദർഭം ലഭിച്ചാൽ ജനങ്ങൾക്ക് താങ്കളെ ഈ പ്രാവശ്യം വിശ്വസിക്കാമോ? താങ്കൾ ധൈര്യമായിട്ട് അവിടെ ചെന്ന് കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുന്ന രീതിയിൽ സാക്ഷി പറയുമോ? ഞാൻ വളരെയധികം ധൈര്യത്തോടെ പോയി നിൽക്കും. എനിക്കിപ്പം വളരെയധികം മനോധൈര്യം കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഇതിൽ ഒരു മുഖ്യ സാക്ഷിയായിട്ടിരുന്നിട്ട് നീതി കിട്ടാൻ വേണ്ടി സഹായിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ആ ദൈവത്തിനോട് നന്ദി പറയും. ഞാൻ മനോധൈര്യത്തോടെ പോയി നിൽക്കും. അങ്ങനെ ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുക. പോലീസിന് താങ്കളുടെ അടുത്തുനിന്ന് ഏത് രീതിയിലുള്ള കോപ്പറേഷൻ ആവശ്യമാണ്? ജുഡീഷ്യറിക്ക് ഏത് രീതിയിലുള്ള കോപ്പറേഷൻ ആവശ്യമാണ്? എല്ലാം ഒരു ബ്രേക്കിന് ശേഷം നോക്കാം. ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബീന രമണിയോട് നമ്മൾ ചോദ്യങ്ങൾ തുടരുന്നതാണ്. ആപ്കി അദാലത്തിൽ നമ്മുടെ ചോദ്യശരങ്ങൾക്ക് നടുവിൽ നിൽക്കുന്നത് ബീന രമണിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ
ബീന രമാണിയുടെ മേലുള്ള കുറ്റാരോപണം. ഇവർ ജെസിക ലാൽ മർഡർ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ യാതൊരു സഹായവും ചെയ്തില്ല എന്നുള്ളതാണ്. ബീന, താങ്കൾ പറയുകയാണ് ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താങ്കൾ എല്ലാ സഹായം ചെയ്യുമെന്ന്. അപ്പോൾ താങ്കൾ പോലീസിനോട് പോയി പറഞ്ഞിരുന്നോ ഈ ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാ സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന്? അതായത് ഈ വാക്കുകൾ താങ്കൾ പോലീസിനോട് പറഞ്ഞോ? അതായത് ഈ പ്രാവശ്യം താങ്കൾ വളരെ സ്ട്രോങ് ആയിട്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യുമെന്ന്? അതായത് ഞാനും മാലിനിയും ന്യൂസ് പേപ്പറിൽ കണ്ടാണ് ഈ കാര്യം മനസ്സിലാക്കിയത്. ടിവിയിലും വന്നിരുന്നു. ഞങ്ങൾക്കെതിരെ LOC ചുമത്തിയിട്ടുണ്ടെന്ന്. LOCയെ പറ്റി ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. LOC എന്ന് വെച്ചാ പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഇത് കുറ്റവാളികൾക്കെതിരെയുള്ളതാണ്, അല്ലാതെ സാക്ഷികൾക്കെതിരെയുള്ളതല്ല. ഇത് ഏകദേശം 2-3 ആഴ്ചക്കുള്ളിൽ നടന്നതാണ്. സോ ഇത് കണ്ട് ഞങ്ങൾ ഷോക്കായി, വളരെ അപ്സെറ്റായി. അത് കഴിഞ്ഞ് 5-6 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഒരു നോട്ടീസും വന്നില്ല. അതുകൊണ്ട് ഞാനും മാലിനിയും പോലീസിന് കോൾ ചെയ്തിട്ട് അവരെ പോയി കണ്ടിരുന്നു. ഞങ്ങൾ ആദ്യ ദിവസം മുതലേ അവർക്ക് സപ്പോർട്ടായിരുന്നു. അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് കോപ്പറേറ്റും ചെയ്തു. അവസാനം വരെ ഇങ്ങനെ തന്നെയായിരിക്കും, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾക്കെതിരെ എന്തിനാണ് മീഡിയ ഇങ്ങനെയൊക്കെ എഴുതുന്നതെന്നും ഞങ്ങൾ അക്യൂസ്ഡ് അല്ലല്ലോന്നും ചോദിച്ചു. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം, ഞങ്ങളുടെ വീട് എപ്പോഴും തുറന്നു തന്നെ കിടക്കുമെന്നും ഈ സംഭവം നടന്ന സ്ഥലവും ഓപ്പൺ ആയിരിക്കും, ഞങ്ങളുടെ സ്റ്റാഫിനെ എല്ലാം എപ്പോ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. ഇതുപോലാണ് ഞങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡറാണ്, താങ്കളുടെ ഹസ്ബൻഡ് ഒരു ഫോറിൻ പാസ്പോർട്ട് ഹോൾഡറാണ്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഓടിപ്പോകാമെന്നാണ് പറയുന്നത്. ഇതിന് ഞാൻ എന്താ പറയേണ്ടത്? അവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാഹചര്യം ഉണ്ടായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ വന്ന് ജീവിക്കുന്നു. എന്റെ മോടെ ബിസിനസ് ഇവിടെയാണ്. ഞങ്ങൾ ഇന്ത്യ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എന്റെ ഗ്രീൻ കാർഡ് സറണ്ടർ ചെയ്തു. ഡ്രീം കാർഡ് കിട്ടുന്ന ഒരു സ്വപ്നമല്ലേ? ഞങ്ങൾ എന്തിനാ ഇവിടുന്ന് ഓടിപ്പോകുന്നത്? അതിനുവേണ്ടി ഞങ്ങൾ ഇവിടുന്ന് ഓടിപ്പോകണോ? ഐ എം പ്രൗഡ് ടു ബി ഇന്ത്യൻ. ഈ ലോകത്തിൽ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യും. എല്ലാരും വിചാരിക്കുന്നത് പോലെ ഞാൻ അങ്ങനെ ഓടിപ്പോകുന്ന ആളൊന്നുമല്ല. ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ശരിക്കും നിങ്ങളെന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതിനൊക്കെ എന്തുത്തരവാ പറയേണ്ടതെന്നറിയില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിയാണ് പെർമിഷൻ കിട്ടിയത്. അതിനുവേണ്ടി ബോണ്ടൊക്കെ കൊടുക്കേണ്ടി വന്നു. 3 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നു. എനിക്ക് വിചാരിച്ച ഓടിപ്പോയിരുന്നല്ലോ. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നുണ്ടോ? പബ്ലിക്കിന് എന്താണ് ചോദിക്കാനുള്ളത്? ഞാൻ ചോദിച്ചോട്ടെ? മാഡം, നിങ്ങൾ വിറ്റ്നസ് ആയത് മുതൽ വളരെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് ഭീഷണികൾ നേരിട്ടു എന്ന് പറഞ്ഞു. പ്രതിഭാഗത്തു നിന്ന് നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടോ? അതല്ല വധഭീഷണിയുണ്ടോ? ഒരുപക്ഷെ അങ്ങനെയുണ്ടെങ്കിൽ ഡൽഹി പോലീസ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തോ? ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു, പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്തു. ഞങ്ങൾ ആദ്യമായിട്ട് കോർട്ടിലേക്ക് പോകുമ്പോൾ, ആദ്യമായിട്ട് സാക്ഷി പറയാനായിട്ട് പോകുമ്പോൾ ഏകദേശം ഒരു 2.5 വർഷം വരെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. ഞങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ പ്രൊട്ടക്ഷൻ അറേഞ്ച് ചെയ്തു. പോലീസ് ഓഫർ ചെയ്തു, പക്ഷെ ഞങ്ങളത് വേണ്ടാന്നാണ് പറഞ്ഞത്. ഇതാണ് സംഭവിച്ചത്. ബീന, ഈ പ്രാവശ്യം എന്ത് ഗ്യാരണ്ടിയാണുള്ളത് താങ്കൾ കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്ന സമയത്ത് അവിടെ താങ്കൾ പേടിക്കില്ലെന്ന്? ഇല്ല, ഇപ്രാവശ്യം ഞാൻ പേടിക്കില്ല. ഇപ്രാവശ്യം ഞങ്ങൾക്ക് പബ്ലിക്കിന്റെ വലിയൊരു സപ്പോർട്ടുണ്ട്. ആൻഡ് അതിനേക്കാളുപരി പ്രൈം മിനിസ്റ്ററിന്റെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. സോണിയാഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നും സാക്ഷികൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നും. ചീഫ് ജസ്റ്റിസ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ബലമായിട്ടുള്ള സപ്പോർട്ടുണ്ടെന്ന്. ഇതിൽ നിന്നെല്ലാം ഞങ്ങൾ ഫീൽ ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും തനിയല്ലെന്നുള്ളതാണ്. ഞങ്ങളുടെ കൂടെ ജനങ്ങളുണ്ട്, ലോകം തന്നെയുണ്ട്. ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല. അതെ, ഞങ്ങൾക്ക് വളരെ വലിയൊരു സംരക്ഷണമാണ് കിട്ടുന്നത്. പല രാഷ്ട്രീയക്കാരും ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ തുണയായിട്ടുണ്ടാകുമെന്നാണ് പറഞ്ഞത്. സാക്ഷിയുടെ സംരക്ഷണമാണ് മുഖ്യമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു സാക്ഷിയായിട്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, അത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. അതിന് മനോധൈര്യം വളരെ പ്രധാനമാണ്. സോ ഇപ്പം ഞങ്ങൾക്ക് ഒരു പേടിയില്ല. പക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഞങ്ങൾ സ്ട്രോങ് ആണ്. ഞങ്ങളുടെ ചുറ്റിനും രാഷ്ട്രീയക്കാരുണ്ട് ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ധൈര്യം കിട്ടുന്നുണ്ട്. ബീന, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. സാക്ഷികൾക്ക് സുരക്ഷ ആവശ്യമാണ്. ഈ രാജ്യത്തെ എല്ലാ സാക്ഷികൾക്കും സുരക്ഷ തീർച്ചയായിട്ടും വേണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സാക്ഷികൾ കോടതിയിൽ പോയി സാക്ഷി ധൈര്യമായിട്ട് പറയണം. അവർക്ക് പൂർണ്ണ സുരക്ഷ നൽകണം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ഈ വിചാരണയെപ്പറ്റി സുപ്രീം കോടതി വക്കീലായ പിങ്കി ആനന്ദിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് പ്രസിദ്ധ സോഷ്യലൈറ്റായ ബീന രമാണിയോടാണ്. നമ്മൾ ബീന രമാണിയോട് ജെസിക ലാൽ മർഡറിനെ കുറിച്ച് പല കാര്യങ്ങളും ചോദിച്ചു. ബീന രമാണി ജെസിക ലാൽ മർഡർ കേസിൽ പ്രധാനപ്പെട്ട സാക്ഷിയാണ്. നമ്മൾ അവരോട് സാക്ഷികളെ മാറ്റാൻ ശ്രമിച്ചോ എന്ന് ചോദിച്ചു. അതിനുശേഷം അവരോട് നമ്മൾ പല ചോദ്യങ്ങളും ചോദിച്ചു. അതായത് അവർ സാക്ഷി പറയുന്ന സമയത്ത് ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന്. ഇപ്പോൾ
ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സുപ്രീം കോടതി ലോയർ പിങ്കി ആനന്ദിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. സാക്ഷികൾ പറഞ്ഞത് കേട്ടതിനു ശേഷം ജനങ്ങളുടെ കാഴ്ചയും പിന്നെ ബീന മേഡം വിവരിച്ചതിനു ശേഷം എനിക്ക് മനസ്സിലായതെന്തെന്നാൽ ഇവരുടെ വശത്ത് ഒരുപാട് കുറ്റമുണ്ട്. ജനങ്ങൾ എല്ലാ വശത്തുനിന്നും നോക്കിയിരിക്കുന്നു എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചില്ല എന്ന്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾക്ക് തെളിവില്ല. അതായത് ഉദാഹരണത്തിന് നിയമം അവർ പാലിച്ചില്ലെന്ന് പറയുന്ന കാര്യം, ലിക്കറിന് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ, അത് ശരിയാണോ തെറ്റാണോ എന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഇതിനും ജെസിക ലാലിനും ഡയറക്റ്റായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ തെറ്റിന് ശിക്ഷ ലഭിക്കും, പെനാൽറ്റിയും കെട്ടണം. അത് വേറെ ചാപ്റ്ററാണ്. അതുപോലെ തന്നെ അതായത് ബീന എവിഡൻസ് നശിപ്പിക്കാൻ വേണ്ടി നല്ലവളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയും അവർ നശിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. ഇതിന് യാതൊരു തെളിവുമില്ല. ഈ രക്തം മായ്ച്ചെന്ന കഥ, അതുപോലെ ഈ രക്തം തുടച്ചു കളഞ്ഞു എന്ന് പറയുന്നത്, അതിനും ഈ കേസിനും യാതൊരു ബന്ധവുമില്ല. കൊല നടന്നത് സത്യമാണ്, അതിലൊരു ഇഷ്യൂവുമില്ല. ഗണ്ണുകൊണ്ടാണ് ചുട്ടത്, അതിലും ഒരു പ്രശ്നവുമില്ല. അതിൽ രക്തം മായ്ച്ചത് മായ്ക്കാതിരുന്നത്, അതിൽ ബീന ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രൂഫും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ശരിക്കുമുള്ള ചോദ്യം എന്താണെന്നാൽ ജെസികയുടെ കേസിൽ ബീന മേഡത്തിനുള്ള റോൾ എന്താണ്, എന്തായാണ് ഇരുന്നിരിക്കേണ്ടത്? ജനങ്ങൾ കരുതുന്നത് എന്തെന്നാൽ ജെസികയുടെ കേസിൽ ഒരു യഥാർത്ഥ ഉദാഹരണമായിരുന്നിരിക്കണം. ഈ നാട്ടിൽ നിയമ നടപടികൾ ശരിയാണെന്നറിയണം. ജനങ്ങളും നിയമവും സമുദായവും മീഡിയ പോലും എല്ലാരും ഇതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ കേസ് റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ബീന ഇപ്പോൾ നല്ല കോൺഫിഡന്റോടുകൂടി പറയുകയാണ് ആ കേസിന് വീണ്ടും ചെന്ന് സാക്ഷി പറയാൻ തയ്യാറാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇതിനുശേഷം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതുപോലുള്ള കൊലപാതകം ഒരടിസ്ഥാനമായി എടുത്ത് നമ്മുടെ സിസ്റ്റം ശരിയാക്കണം. തെറ്റ് ചെയ്തവർ ആരായാലും അവർക്ക് ശരിക്കുമുള്ള ശിക്ഷ നൽകണം. ഇതാണ് ഞാൻ നൽകുന്ന വിധി. ഈ വിശ്വാസത്തോടു കൂടി ഇന്ന് നമ്മൾ ഈ കേസ് വീണ്ടും കോടതിയിലേക്ക് വരുന്ന സമയത്ത് ബീന രമണി ധൈര്യമായിട്ട് സാക്ഷി പറയുമെന്നുള്ള വിശ്വാസമുണ്ട്. ജെസിക ലാലിന്റെ കൊലപാതകയ്ക്ക് ശിക്ഷ കിട്ടുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു അതിഥിയോടൊപ്പം. നന്ദി, നമസ്കാരം.